രുചിമുകുളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു തക്കാളി ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 4 തക്കാളിയും ഒരു മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ അരക്കുമ്പോഴും ഇത് താളിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ളതുമാണ്. നമ്മൾ എടുത്തു വച്ചേക്കുന്ന തക്കാളി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ കഷ്ണങ്ങൾ ചിലവർ വലുതാക്കിയും എടുക്കാറുണ്ട്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അതരിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു മുരിങ്ങാക്കോലില്ലേ, അത് തൊലി കളഞ്ഞിട്ട് ആദ്യം തൊലി കളയാൻ പാടില്ലെന്നാണ് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് അത് ചട്ടിയിലിട്ട് ഇടുക. എന്നിട്ടൊരു പച്ചമുളകും കീറിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതിലോട്ടിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾ അതിലേക്ക് ഇടുക. അതിനുശേഷം ഞാനൊരു കപ്പ് വെള്ളമാണ് അതിലേക്ക് ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം തക്കാളി വെന്തുടയണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് സ്റ്റൗ കത്തിച്ച് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തക്കാളിയും മുരിങ്ങാക്കോലും മഞ്ഞളും ഉപ്പും ചേർത്ത കൂട്ട് മൂടി വെച്ച് വേവിക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ തക്കാളിയെല്ലാം വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു മുറി തേങ്ങയും കുറച്ച് ഉള്ളിയും കുറച്ച് മഞ്ഞളും കുറച്ച് ജീരകവും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരച്ച് തന്നെ ഇടണം. ആ അരച്ച കൂട്ട് നമ്മൾ ഈ വെന്ത തക്കാളിക്കൂട്ടിലേക്ക് ഇടണമെന്ന് വെച്ചാൽ ഈ തക്കാളിച്ചാറ് ഇങ്ങനെ വെള്ളം അധികമാകാൻ പാടില്ല, കുറുകിയിരുന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിതിന് അരച്ച് എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ആദ്യം വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്ന് വെച്ചാൽ ഒന്ന് ഭയങ്കരമായിട്ടൊന്നും ഇളക്കണ്ട, ഒന്ന് ഇളക്കി കൂട്ടണമല്ലോ. എന്നിട്ട് ഇളക്കി കൂട്ടി ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ച് ഇത് തുറക്കുമ്പോൾ പതഞ്ഞ് വരണം, തിളച്ച് പോകരുത്. പതഞ്ഞ് വരണ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി ചാറ് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഉപ്പൊക്കെ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ആ സമയത്ത് ഇടണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വറ തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല ഒഴിച്ച് അധികം വേണ്ട, കുറച്ചെണ്ണ മതി കേട്ടോ. കുറച്ചെണ്ണ മതി താളിപ്പിടാനായിട്ട്. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. അത് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിന് താളിപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വറ്റൽമുളക്, കുറച്ച് വേപ്പില, കുറച്ച് ഉള്ളി അരിഞ്ഞത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഈ ചിലവർ മുളക് ആദ്യം ഇടും, പെട്ടെന്ന് മുളക് ഇട്ടാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ആദ്യം വേപ്പില ഇട്ടിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇളക്കിയിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചാൽ അധികം കരിഞ്ഞു പോകരുത്, എന്നാൽ ഒരു മെറൂൺ കളറാകുക. അപ്പോൾ നമ്മൾ ഈ കൂട്ട് തീ ഓഫ് ആക്കിയതിന് ശേഷം ഈ താളിപ്പ് നമ്മുടെ തേങ്ങാച്ചാറിൻ്റെ മുകളിലേക്ക് ഇടണം. പെട്ടെന്ന് ഇട്ടതിന് ശേഷം ഇളക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം എടുക്കണതിന് തൊട്ട് മുന്നേന്ന് കറി ഇളക്കി എടുക്കണം. അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അടച്ചു വെക്കണം, എന്നാലും അതിന് ഒരു മണവും ഉണ്ടല്ലോ ഈ താളിപ്പിന് ഇടുമ്പോൾ. പിന്നെ അത് ടേസ്റ്റും ഈ താളിപ്പിടുന്നതിൻ്റെയാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഈ കറി നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.